സാധാരണ ഈ പെണ്ണ് 5 മണിക്ക് കയറ്റി മറ്റുള്ളവരുടെ ഉറക്കം കളയുന്നതാ. ഇന്ന് ഇതിന് എന്ത് പറ്റിയാവോ? അലീന, കർത്താവേ, സമയം 7:30 ആയല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണല്ലോ 5 മണിക്ക് ഉണർത്തണമെന്ന്. നിന്റെ ഒരു കാര്യം, ഇന്ന് എനിക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്ന. അമ്മേ, ഞാൻ പോവാട്ടോ. ഒന്ന് നിന്നേ. അതെ, നിന്റെ പാട്ടും കൂത്തുമൊക്കെ കഴിഞ്ഞ് 3 മണിക്കും പാട്ടും കൂടെ എത്തണം. ആ പാലാക്കാരിങ്ങോട്ട് വരണുണ്ട്, ചെറുക്കനും വരണുണ്ടെന്ന കേട്ടോ. എടീ, നീ കേക്കണ്ട, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒഴിഞ്ഞു മാറാനും നോക്കണ്ട. അപ്പൊ മോളെ നിക്കടി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോ. ഞാൻ പള്ളിയിൽ നിന്ന് കഴിച്ചോളാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഒന്നും കഴിക്കാണ്ട് ഈ കൊച്ചു പോകുന്ന ഈശോയെ. ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഡാൻസ് എന്ന് കേട്ടാ ചായയും വേണ്ട, ഭക്ഷണവും വേണ്ട. ചെറുപ്പത്തിലെ ഡാൻസ് ഒന്ന് കളിച്ചു കാട്ടാൻ ഞാൻ തന്നെ അവളെ കൊണ്ടുവന്നാക്കിയത്. അത് എനിക്ക് തന്നെ വിനയായോ? എന്റെ കർത്താവേ, ഈ പെണ്ണിന്റെ നടപ്പും നോട്ടവും നിപ്പും ഒക്കെ ഡാൻസിലാ. നീ തന്നെ അവളെ കാത്തേക്കണേ. ഇന്ന് ഞാൻ കളിക്കില്ല കേട്ടോ. ഒന്നാമതേ ഞാൻ എണീക്കാൻ വൈകി. പിന്നെ ഇന്നൊരുത്തം വരുന്നുണ്ട്, ഡോക്ടറാ. ഈ ആലോചനയും ദേ ഇവിടെ വെച്ചിരിക്കണം. എല്ലാം കണ്ടറിഞ്ഞ് നോക്കണം. എനിക്ക് വേണ്ട, ഡോക്ടറാണത്രേ. എനിക്ക് നിന്നെ മതി. അറിയാലോ, നിന്നിലെത്താൻ കുറെ സഹനം ഉണ്ടെന്നറിയാം. എന്നാൽ ഇതിച്ചിരി കൂടുതലാണ് കേട്ടോ. നിന്നെ മനസ്സിൽ വെച്ച് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മറ്റൊരാളുടെ മുൻപിലുള്ള ഈ നിൽപ്പുണ്ടല്ലോ, വല്ലാത്തൊരു സഹനം തന്നെയാണേ. ദേ, ഞാൻ ആ പറമ്പിലെങ്ങാനും കാണും. 3 മണിക്ക് വീട്ടിലെത്തണം. ശരി. എത്തി, സമാധാനം. മതി മതി മോളെ, നീ വേഗം ഇറങ്ങ്. എന്തൊരു കഷ്ടം ഇത്. അവരൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 മക്കളാ. മൂത്തവൻ ആൽവിൻ, അവൻ അമേരിക്കയിൽ ബിസിനസ്സാ. കെട്ടിയോളും അവിടെയാ. അവർക്കൊരു മകനാ, അവനവിടെ പഠിക്കുക. ഇവിടുത്തെ ബിസിനസ്സും കൃഷിയൊക്കെ നോക്കി ഞാനിവിടെയാ. ഇവള് 2ാമത്തതാ. ഒരുപാട് പ്രാർത്ഥിച്ചു കിട്ടിയതാ. അതുകൊണ്ട് കൊഞ്ചിച്ചു വളർത്തിയെന്ന കുഴപ്പം മാത്രമേ ഉള്ളൂ. BSc കഴിഞ്ഞു. പിന്നെ ഡാൻസ് അവക്ക് പ്രധാനം. അല്ലേടി വത്സമ്മേ? അതെ അതെ, കൊച്ചിലെ പഠിക്കുന്നു, അവൾക്കതാ പ്രധാനം. ദേ, ആ റൂമില് ഷെൽഫ് നിറച്ചു അവൾക്ക് കിട്ടിയ സമ്മാനങ്ങളാ. ഞാൻ അലീനയുടെ കുറെ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. ഷീസ് എ വെരി ഗുഡ് ഡാൻസർ. പിന്നെ ഞാനൊരു ആരാധകൻ കൂടിയാണ്. ആള് വിചാരിച്ച പോലെയൊന്നും അല്ലല്ലോ. എന്റെ പ്രോഗ്രാമൊക്കെ കണ്ടിട്ടുണ്ടത്രേ. ചുമ്മാ. മോള് ചായയും കൊണ്ട് ചെന്നേ. എനിക്ക് ദേഷ്യം വരുന്നു കേട്ടോ. ഇതൊന്നും സാരല്ലേ മോളെ. അവിടെ ചെന്ന് വളരെ നാണത്തോടെ ചായ കൊടുത്ത് ചെറുക്കനെ നോക്കി ചിരിക്കണം. ആദ്യം ചെറുക്കന് തന്നെ കൊടുക്കണം. നിക്ക് നിക്ക് നിക്ക്, ഒരു മിനിറ്റ്. ദേ, ഇങ്ങനെ മതിയോ? അയ്യടാ, ഇത്രയൊക്കെ അറിയാമെങ്കിലേ അമ്മൂമ്മ തന്നെ കൊണ്ടുകൊടുക്ക. നാണം പോലും. ഇതെന്റെ 27ാമത്തെ പെണ്ണ് കാണുക. 27ാമത്തെയാ? ഞാനൊക്കെ ആദ്യം കണ്ടതിന് എന്നെ കെട്ടി. അയ്യടാ, ആണോ? വത്സമ്മേ, മോളെ വിളിച്ച്. അതാ വരുന്നു. കഴിക്ക്. ഇതാണ് എന്റെ മോള് അലീന. എടുക്കട്ടോ. എടുത്ത് കഴിക്കട്ടോ. പിള്ളേർക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ സംസാരിക്കാട്ടോ. പഴയ കാലമൊന്നും അല്ലല്ലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല.
ഡാൻസും പാട്ടും അറിയാവുന്നതുകൊണ്ട് നടക്കാനും സംസാരിക്കാനൊക്കെ കഴിയുമല്ലോ. ഇവനെങ്ങാനും യെസ് പറഞ്ഞിരുന്നെങ്കിൽ കർത്താവെ കഴിഞ്ഞേനെ. അപ്പൊ ആങ്ങളേക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ഇനിയധികം വൈകിപ്പിക്കണ്ട. അവൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പൊ അലീനെ ഇടയ്ക്കിടയ്ക്ക് കാണുകയും ചെയ്യാം, അല്ലേ? അതെ, ഉടനെ നടത്താം. അപ്പൊ പറഞ്ഞ പോലെ. ആ ഓക്കെ. കർത്താവെ, ഇവരെന്തിനുള്ള പുറപ്പാടാ? ആ ഡോക്ടറെ അപ്പം തന്നെ കെട്ടുള്ളൂ. അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ. നീ ഒന്ന് പതുക്കെ പറ. നീ എന്ത് കരുതിയോ മോളെ? നിന്റെ ആഗ്രഹം പറഞ്ഞാ പിന്നെ സിമിത്തേരി 2 കുഴി വെട്ടിയാ മതി, നിനക്കും എനിക്കും. എന്റെ മോളുടെ ഭാഗ്യ. നല്ല ആൾക്കാരാ. ചെറുക്കൻ ഡോക്ടറും 1-ാം തരം തറവാടും. എന്തായാലും ഇത് വേഗം നടത്തണം. കല്യാണം നടത്താനിരിക്കുന്നു. ഇവർക്കിതെന്തു പറ്റി? എന്റെ തീരുമാനം ഉറച്ചതാണ്. അതിനൊരു മാറ്റവും ഇല്ല, എത്ര തന്നെ സഹനം ഉണ്ടായാലും. എന്നെ ഓർത്തോ മോളെ? മക്കളെ കെട്ടിച്ചു വിടാനുള്ള അപ്പന്റെ ആഗ്രഹം. ഞാൻ എന്തു പറയും? കർത്താവിന്റേതാകാനുള്ള നിന്റെ തീരുമാനം, അത് വേണ്ട എന്ന് പറയാൻ എനിക്ക് എന്ത് അധികാരം? അമ്മേ, എന്റെ മനസ്സിൽ ഈശോയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. അത് മറ്റാരേക്കാളും എന്റെ അമ്മയ്ക്കറിയാം. എന്നോടൊന്നും പറയരുത്. ഞാനെല്ലാം സഹിക്കുകയായിരുന്നു. ഞാൻ നാളെ തന്നെ ആന്റിയുടെ അടുത്തേക്ക് പോകും. പിന്നീട് മഠത്തിലേക്കും. ഇനിയും വൈകിച്ചാൽ ഞാൻ അലീനെ അല്ലാതാകും. അവരുടെ വീട്ടുകാരെ വിഷമിപ്പിക്കാതെ അമ്മ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ ആന്റിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പനെ അമ്മ നോക്കണം, പറഞ്ഞു മനസ്സിലാക്കണം. അപ്പൻ പാവമാ. നേരായ മാർഗത്തിലൂടെ അല്ലാതെയും അപ്പൻ പണം ഒരുപാട് സമ്പാദിച്ചു. പലപ്പോഴും കർത്താവിനെ അടക്കം മറന്നു. അമ്മയ്ക്കറിയാലോ, അത് മാറി. തെറ്റ് മനസ്സിലാക്കുന്ന കാലം വരും. അന്ന് എന്നെ കാണാൻ വരും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മ വിഷമിക്കേണ്ട. എന്നെ സന്തോഷത്തോടെ യാത്രയാക്കുക. ഈശോയെ, എന്റെ തീരുമാനം ഈ രാത്രിയിൽ ഞാൻ എടുക്കുകയാണ്. ഒന്ന് മാത്രമേ ഉള്ളൂ എന്റെ തീരുമാനം. നിന്റേതാവുക. നിന്റെ മണവാട്ടി, ലെബനോനിൽ നിന്നും എന്റെ കൂടെ വരിക. അതെ, ലെബനോനിൽ നിന്ന് എന്റെ കൂടെ പോരുക. ഈ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും വായനയൊന്നും നിർത്തിക്കൂടെ? നിന്റെ കമ്മലും മാലയൊക്കെ മറന്നോ? എടി, ഓർമ്മശക്തി തിരിച്ചു കിട്ടാനേ സിസ്റ്റർ റാണി മരിയോട് പ്രാർത്ഥിച്ചാ മതി.
അതെ, ഞാൻ പറമ്പിൽ പോയിട്ട് വരാം. മോളെ, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞാനും ഇന്നലെ ഉറങ്ങിയിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഒന്നിനും ഒന്നും മാറ്റാനാകില്ല. എന്റെ മോള് പോയോ? കർത്താവിന്റെ പദ്ധതിക്ക് മുമ്പിൽ ഏത് പ്രതിബന്ധങ്ങളും അശക്തമായിക്കൊള്ളും. അമ്മേ, ഇത് മാത്രം മതി എനിക്ക് സമാധാനത്തോടെ പോകാൻ. അലീനയല്ലേ ബിന്ദു സിസ്റ്ററിന്റെ? അതെ, വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കട്ടോ, ബിന്ദു സിസ്റ്റർ ഇപ്പൊ വരും. ഹായ്, സുഖമാണോടി? സുഖം ആന്റി. എവിടെയോ? സുഖം, പരമസുഖം. അല്ല, ഇതിന്റെ ബാഗൊക്കെ ആയിട്ട് സ്ഥിരതാമസത്തിന് വന്നതാണോ? അതെ, ഇനി മുതൽ ഞാൻ ഇവിടെയാ. വല്ല വിരോധം? ഒരിക്കൽ നീ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നിന്റെ കുഞ്ഞുനാൾ മുതൽ ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇന്ന് നീ അതിന് വന്നതല്ലെന്ന് എനിക്കറിയാം. വാ, ആദ്യം പുള്ളിക്കാരനോട് വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. ഞാൻ വന്നു കേട്ടോ. ഇനി നീ പറയേ, എല്ലാം പറയേ, ഞാൻ കേൾക്കട്ടെ. ഈ ജീവിതം എന്റെ തീരുമാനമാണ്, എന്റെ സ്വന്തം തീരുമാനം. ഇവിടെ നിന്നൊരു തിരിച്ചുപോക്ക് എനിക്കില്ല ആന്റി. എനിക്കതിന് കഴിയില്ല. ഇനിയും ഞാൻ അവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പൻ ഇനി ഈ ജീവിതത്തിന് സമ്മതിക്കില്ല. മറ്റൊരാളുടേതായി ജീവിക്കാൻ എനിക്കും. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആന്റിക്ക് എന്നെ മനസ്സിലാവില്ലേ? ഓവ്, നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുമുന്നേ. അപ്പോ നീ വീട്ടിൽ ആരും പറയാതാണോ പോന്നേ? അമ്മയ്ക്കെല്ലാം അറിയാം. അമ്മയ്ക്ക് മാത്രമേ അറിയൂ. എല്ലാം നന്നാകും. അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഞാൻ നിന്റെ കൂടെയുണ്ട്. വത്സമ്മേ, വത്സമ്മേ, എടി വത്സമ്മേ. എന്താ എന്താ അവിടെ പോയിടി, നിനക്കറിയില്ലേ? നീ ഒരുത്തിയെ അവളെ എങ്ങനെയാക്കിയത്? എന്നെ ഇതിൽ കൂടുതൽ വേദനിപ്പിക്കണോ വത്സമ്മേ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം ഞാൻ സാധിക്കാതിരുന്നിട്ടുണ്ടോ? ഞാൻ ഈ ചെറുക്കന്റെ വീട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവരോട് ഞാൻ എന്തു പറയും? എനിക്ക് മനസ്സിലാകും. പക്ഷെ ദൈവഹിതമെന്നുണ്ടല്ലോ, അതേ നടക്കൂ. അവൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവളിൽ കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഞാൻ അവളെ ഗർഭം ധരിച്ച നാൾ മുതൽ എത്ര ധ്യാനം കൂടിയിട്ടുണ്ട്. നിങ്ങൾക്കും അറിയാലോ. ഞാൻ കേട്ട വചനമെല്ലാം അവളും കേട്ടതല്ലേ? നിങ്ങളൊരു വചനം വായിച്ചിട്ടുണ്ടോ? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്റേതാണ്. കഷ്ടം, ഞായറാഴ്ച കുർബാനയല്ലാതെ പള്ളി മുറ്റുമോ ബൈബിളോ കാണാത്ത ആളോടാ ഞാൻ ഈ സുവിശേഷം എല്ലാം പറയുന്നത്. നിങ്ങളൊന്ന് മനസമാധാനപ്പെടുവാനും നിങ്ങൾ എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാനും നിങ്ങൾ ആ മേശപ്പുറത്തിരിക്കുന്ന ബൈബിളൊന്ന് എടുത്ത് വായിക്കേ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കർത്താവ് ഒരു തീരുമാനം തരും. അതെന്റെ വിശ്വാസമാണ്. ഞാൻ അവളിൽ അഭിമാനിക്കുന്നവളാണ്. കാരണം സ്വന്തം വീട്ടിലൊരു വൈദികനോ കന്യാസ്ത്രീയോ ഉണ്ടാകുന്നത് എത്ര ശ്രേഷ്ഠമാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനമായിരിക്കും അത്. നമ്മളോ അവർക്ക് മുൻപേ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും. നിങ്ങൾ സമാധാനമായിട്ട് ബൈബിൾ വായിക്കുക. അതിലൂടെ നിങ്ങൾ കർത്താവിനെ അറിയും. ഒപ്പം അലീന എടുത്ത തീരുമാനവും. ചെല്ല്.
ഇതെങ്ങോട്ടാ? എന്റെ കർത്താവേ. ഫിലാദൽഫിയയിലെ സഭയിലെ ദൂതനെഴുതുക. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാനാവാത്ത വിധം തുറക്കുന്നവനും ആർക്കും തുറക്കാനാവാത്ത വിധം അടയ്ക്കുന്നവന്റേതുമായ വാക്കുകളും. നിന്റെ പ്രവർത്തികൾ എനിക്കറിയാം. ഇതാ, നിന്റെ മുമ്പിൽ ഒരു വാതിൽ ഞാൻ തുറന്നു വച്ചിരിക്കുന്നു, അതടയ്ക്കാൻ ആർക്കും സാധിക്കയില്ല. നീ ബലഹീനനാണെങ്കിലും എന്റെ വാക്ക് അനുസരിക്കുകയും എന്നെ തള്ളിപ്പറയുകയും ചെയ്ത കാര്യം എനിക്കറിയാം. ഹായ് അമ്മച്ചി, ഒരു കത്ത്. എവിടുന്നാടാ? ഇവിടുന്ന് കിട്ടിയതാ. അമേരിക്കയിലെ മോന്റെ ആയിരിക്കും. ലെറ്റർ ഉണ്ട്. എന്താ? അപ്പ, തിരുവസ്ത്ര സ്വീകരണം കഴിഞ്ഞുള്ള എന്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. ഈ ക്രിസ്മസിന് ഞാൻ നമ്മുടെ പള്ളിയിലേക്ക് വരുന്നുണ്ട്. അപ്പനും അമ്മയും എന്നെ കാണാൻ വരണം എന്ന് ഈശോയുടെ സ്വന്തം അലീന. നമ്മുടെ മോള് വരുന്നെന്ന്, അലീന വരുന്നെന്ന്. എന്റെ കർത്താവേ, മാപ്പ്. ഞാൻ വെറും മനുഷ്യനായി മാത്രം ചിന്തിച്ചു. നിന്റെ തീരുമാനം ആർക്കും മാറ്റാൻ പറ്റില്ലെന്ന് മനസ്സിലായി. ഞാൻ എന്റെ കുടുംബത്തിന് 1-ാം സ്ഥാനം നൽകി. എന്റെ മകളോ നിനക്ക്1-ാം സ്ഥാനം നൽകി. അപ്പോ അവളല്ലേ കർത്താവേ ശരി? അവളെ എനിക്ക് തിരിച്ചു കിട്ടിയാലോ എന്ന് കരുതിയാണ് കർത്താവേ ഞാൻ ഇത്രയും നാൾ വാശി കാണിച്ചത്. ഇന്നെനിക്ക് മനസ്സിലായി അത് തെറ്റാണെന്ന്. നീ സ്വന്തമാക്കിയ ജീവിതങ്ങൾ ആരെല്ലാം തടഞ്ഞാലും എന്തെല്ലാം വെച്ച് നീട്ടിയാലും അതിലൊന്നും ആകർഷിക്കപ്പെടില്ലെന്ന് മനസ്സിലായി. ഈ പാപിയോട് പൊറുക്കണമേ. ഇനി അവൾ ഞങ്ങളുടേതല്ല, നിന്റെ മാത്രമാണ്, നിന്റെ മാത്രമല്ല. ഈ ക്രിസ്മസിന് നമുക്കവിടെ കാണാൻ പോണം. ഈശോയുടെ മണവാട്ടിയായ അലീനയെ, നമ്മുടെ മോളെ.
ഹായ് അപ്പൻ. സുഖാണോടി? സുഖം. എന്റെ ഈ വസ്ത്രം കണ്ട് വിഷമം തോന്നുന്നുണ്ടോ? ഈ വസ്ത്രം എന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ്. എന്റെ വിശുദ്ധിയുടെ പര്യായമാണ്. നീണ്ട 26 വർഷത്തെ കാത്തിരിപ്പാണ്. ഈ വേഷത്തിൽ എന്റെ മോള് അതീവ സുന്ദരിയാണ്. ഈ മിന്ന് എന്റെ നിത്യരക്ഷയാണ്. ഇനി എന്റെ ജീവിതം എന്റെ നാഥന് മാത്രമാണ്. നിന്റെ ഡാൻസ് ഒക്കെ നിർത്തിയോ? ഹായ്, ഹാപ്പി ക്രിസ്മസ് ചേച്ചി. ഹാപ്പി ക്രിസ്മസ്. അപ്പാ, ഈ കാറ് വെച്ചേക്കൂ. എനിക്ക് മഠത്തിലെ വണ്ടിയുണ്ട്. ഞാനിനി അങ്ങോട്ടല്ലേ പോകുന്നുള്ളൂ. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ചേച്ചി, അവള് മിടിക്കേ ചേച്ചി. അവൾ ഈശോയുടെ സ്വന്തം.